നമസ്കാരം പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ ഉള്ളത് കല്ലന്താഴം റെയിൽവേ ഗേറ്റിന് സമീപമാണ്. വലിയൊരു കുടുംബമാണ്, ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ്. ഇല്ലാത്ത അവസ്ഥയിലും ഒരു തീരെ വയ്യെങ്കിലും ഏട്ടൻ ഇറങ്ങും ഒരു ദിവസം. എന്നിട്ട് ഹാർട്ടിന് ഇടയ്ക്കിടയ്ക്ക് വേദന കൂടി തീരെ വയ്യാതെ വരും. എന്നാലും അതും വെച്ചുകൊണ്ട് പാടി ആ കുടുംബത്തെ പോറ്റുന്നത്. ജനിച്ചപ്പോഴേ കാഴ്ച ഇല്ലാത്ത ആളാണ്. ഞാൻ വർക്കല അന്ധവിദ്യാലയത്തിൽ പഠിച്ചതാണ്. വർക്കല ഈ LMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ കാഴ്ച പരിമിതിയുള്ള ഒരു കുടുംബത്തിനെയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു, ഞങ്ങളെ കാത്തിടണേ യാ റഹീമല്ലാഹ് യാ റഹൂഖല്ലാഹ് യാ റഹീമല്ലാഹ് യാ റഹൂഖല്ലാഹ്. കാരുണ്യകടലായ നാഥനല്ലാഹു, ഞങ്ങൾക്ക് കനിഞ്ഞിടണേ നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. 7ഓളം ലോണുണ്ട്. അതിൽ ബാക്കി എല്ലാം തരണം ചെയ്യാവുന്ന ലോണാണ്. പക്ഷേ എൻ്റെ വീടാണ് കടത്തിൽ. വീടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സർവീസ് സഹകരണ ബാങ്കിൽ കടത്തിൽ പോയിരിക്കുകയാണ് വീട് നന്നാക്കിയെടുക്കാൻ വേണ്ടി. പക്ഷേ ഇതുവരെ എനിക്ക് ഒരു പൈസ അടയ്ക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹാർട്ട് പേഷ്യൻ്റാണ്. ഞാൻ ഹാർട്ട് ബീറ്റ് ലോ ആവുന്നതാണ് എൻ്റെ അസുഖം. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇതെല്ലാം വെച്ച്, ഈ അസുഖങ്ങളെല്ലാം ഷുഗർ പേഷ്യൻ്റാണ്, ഇതെല്ലാം വെച്ചും കൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ജന്മന തന്നെ കാഴ്ച പരിമിതിയുള്ള സന്തോഷ് കുമാർ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള തെരുവുകളിൽ സന്മനസ്സുള്ളവരുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി. അതാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം. വഴിയരികിൽ പതികനായി കാത്തു നിൽക്കുന്നാഥൻ, വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തുന്നാഥൻ, അകലെ നിന്നും കാണും നേരമോടിയെത്തും ചാരെ, സ്നേഹമോടെ ചേർത്ത് നിർത്തിയും വയ്ക്കുന്നാഥൻ, അകലെ നിന്നും കാണും നേരമോടിയെത്തും ചാരെ, സ്നേഹമോടെ ചേർത്ത് നിർത്തിയും വയ്ക്കുന്നാഥൻ, വഴിയരികിൽ പതികനായി കാത്തു നിൽക്കുന്നാഥൻ, വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തുന്നാഥൻ. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്മയുടെ മകൾ സുജിതയും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് സുജിതയുടെ ഭർത്താവ് നിഷാന്തും, ഇവർ 3 പേരുമാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തെരുവുകളിൽ മറ്റുള്ളവർക്ക് നല്ല ശുദ്ധ സംഗീതം പ്രദാനം ചെയ്തുകൊണ്ട് അവരുടെ ഉപജീവന മാർഗം നടത്തിപ്പോരുന്നത്. ഈ പരിപാടി കൊണ്ട് പിന്നെ സത്യസന്ധമായിട്ട് പറയാമല്ലോ, പട്ടിണി ഈ പരിപാടിക്ക് ഇറങ്ങിയതിൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെ പട്ടിണി എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അതിന് മുമ്പേ 5 ദിവസം വരെ വീട്ടിൽ കഞ്ഞിയൊക്കെ വന്നിട്ടുണ്ട്. ആരും നമുക്ക് സഹായിക്കാനുമില്ല. തൊട്ടയൽവക്കത്തുള്ളവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർ ആവശ്യത്തിന് എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി ഭക്ഷണം നമ്മൾ വീട്ടിൻ്റെ മതിലിൽ കൊണ്ടുവച്ചിട്ട് അതെടുക്കുക നിങ്ങൾക്ക് കഴിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നാണക്കേട് കൊണ്ടാണ് ആദ്യം ബസ്സിൽ പാടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കി ഒരു ഗാനമേളയ്ക്ക് ഇറങ്ങി. അന്നോട്ട് ഇന്ന് വരെ പരിപാടി ഇതായിട്ട് പട്ടിണി ഇരുന്നിട്ടില്ല. എനിക്ക് ഇത് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കഴിയുമെങ്കിൽ എൻ്റെ ഈ ലോണ് അടച്ചെന്ന് തരാൻ, വീട് എന്ന് കടത്തിൽ നിന്ന് ഊരിയെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷം. അങ്ങനെ അതൊരു ഒരു പ്രാർത്ഥനയാണ്, ഒരു അപേക്ഷയാണ്, അത്ര മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ സഹായിക്കുക. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്ക് അവരിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കാം. എനിക്ക് ഇത്രയും കടങ്ങളുണ്ട്, വീട് പണിക്ക് വേണ്ടി ചെയ്ത കടങ്ങളാണ്. അപ്പോൾ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സഹായിക്കാൻ താല്പര്യപ്പെടുന്നവർ എൻ്റെ ഗൂഗിൾ പേ നമ്പറായ 96 45 88 20 94 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയണേ. 96 45 88 20 94 ഈ ഫോൺ നമ്പറിൽ എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ തീർച്ചയായിട്ടും അത് മറ്റാർക്കും പോവില്ല, എനിക്ക് തന്നെ ആയിരിക്കും.
എന്നെ കടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സഹായിക്കണം. എന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. യാ റഹീമല്ലാഹ് യാ റബ്ബുക്കല്ലാഹ് യാ റഹീമല്ലാഹ് യാ റബ്ബല്ലാഹ് കാരുണ്യകടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നീ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. യാ റഹീമല്ലാഹ് യാ റസാഖല്ലാഹ് യാ റഹീമല്ലാഹ് യാ റബ്ബല്ലാഹ്